എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ ഇച്ചിരിയുടെയൊക്കെ തടിയങ്ങ് പോരട്ടെ എന്ന് പറയും. അപ്പം ഞാൻ പറയും ഞാൻ നല്ലോണം തിന്നുന്നുണ്ട്, പക്ഷെ കൊക്കോപ്പുഴുവിന്റെ അസ്ഥിതയാണെന്ന് തോന്നുന്നു, വണ്ണം അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും. മീനാക്ഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കാരണം ടോപ്പ് സിംഗറിലെ ആങ്കറിങ്. എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് അനിയൻ ഉണ്ടായത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ടോപ്പ് സിംഗർ വഴി അറിയുന്നത്. അവിടെയാണ് ആദ്യം എല്ലാം പബ്ലിഷ് ചെയ്യുക. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവിടെ എല്ലാവരും. അവിടെ നിന്ന് കിട്ടിയ ബന്ധങ്ങളും എനിക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് ഭയങ്കര മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. തന്നെ ആൾക്കാർക്ക് തോന്നി ഇത്രയും കുഞ്ഞു കുട്ടി എങ്ങനെ എത്ര നന്നായിട്ട് ആങ്കർ ചെയ്യുന്നു, അത്രയും വലിയ ഷോ എന്ന്. ആങ്കറിങ് അങ്ങനെ എനിക്ക് അറിയേയില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം തെറ്റിപ്പോയാൽ സഹിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ. ഫേസ്ബുക്കിലെ കമന്റ് കീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. മറുപടി പറയാനുള്ളത് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനങ്ങനെ ജെൻസി ആൽഫ ബേറ്റ അങ്ങനെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആളല്ല. എന്നോട് അന്ന് അവർ കാണിച്ച അതേ ഇഷ്ടം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് കണ്ടാലും എടി ഞങ്ങളുടെ പാത്തു എന്നുള്ള സംഭവമാണ് അവർക്ക് എല്ലാവർക്കും. ലാലങ്ങളാണെങ്കിൽ എന്നോട് ഇപ്പോഴും ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കളിയാക്കാനും എം ജി ഞങ്ങൾ ലാലകൾ കൂടെ കൂടിയാ എപ്പോഴും അതെ. ബാക്കി എല്ലാത്തിലും ഷെയർ ചെയ്ത് പോകുമല്ലോ, അതിൻ്റെ കൂടെയുള്ള കുട്ടി നന്നായിരുന്നു അങ്ങനെ ഒരു സംഭവം. പക്ഷെ മീനാക്ഷിയിൽ നിൽക്കുന്ന കഥ എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇനി അങ്ങനെ ഒരു കഥ ഉണ്ടാവുമോ എന്നും എനിക്കറിയില്ല. എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് ധാരണ മീനാക്ഷിന്റെ സംസാരത്തിലുണ്ട്. സിനിമയ്ക്ക് നമ്മളെ വലിയ ആവശ്യമൊന്നുമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അപ്പം നമ്മളിങ്ങനെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അതേ ഞാൻ ചെയ്യൂ അങ്ങനെ എനിക്കില്ല. എങ്ങനെ നമ്മൾ 100% ട്രസ്റ്റ് ചെയ്യും, നമ്മൾ ഫിലിമിൽ തന്നെ നിൽക്കുന്നു, ഈ നമ്മുടെ ഗ്രോത്ത് ഫിലിമിൽ തന്നെയാണെന്ന് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ്. രണ്ട് സ്ഥലത്തും മരിക്കുന്നത് കുട്ടികളാണ്, മനുഷ്യരാണ്. ഒരേ ഇത് തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കുള്ളത്. അതിനോട് ഒരേ ബുദ്ധിമുട്ടും വിഷമവും തന്നെയാണ് നമുക്കുള്ളത്. ഞാൻ ആ ജനൽ കമ്പിയെ പിടിച്ചൊരു ഒറ്റ കാർച്ചയായിരുന്നു. അന്ന് ഇവിടെ പാതുവായുള്ള എല്ലാവരും അറിഞ്ഞു. അത് അങ്ങനെ നിന്ന് കാറുവാ, നിർത്താണ്ട് കാറാ. ഭയങ്കര കുരുത്തം കെട്ടിയ ഒരു കൊച്ചായിരുന്നു. സ്വയമായിട്ട് സംഭവിച്ചു. അതിലേക്ക് ഇങ്ങനെ ഒരുപാട് പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ലോട്ടറി എടുത്ത് ഞങ്ങൾ ഒത്തിരി അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം അടിച്ചെല്ലാം തിരിച്ചു പിടിക്കാമല്ലോ. അതെന്നെ അച്ഛനും പറയാറ്. പക്ഷെ അടിക്കാത്തോണ്ട് ഇവിടെ നിന്നെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ്. വെൽക്കം ടു ഫിലിമി ബീറ്റ്. ഇന്ന് ഫിലിമി ബീറ്റിനൊപ്പമുള്ളത് എല്ലാവരുടെയും വീട്ടിലെ സ്വന്തം മീനൂട്ടിയാണ്, നമ്മുടെ സ്വന്തം മീനാക്ഷി. വെൽക്കം മീനാക്ഷി. താങ്ക് യു. അപ്പൊ മീനാക്ഷിന്റെ ഏറ്റവും പുതിയ നല്ല വിശേഷം എന്ന് പറയുന്നത് പ്രൈവറ്റ് മൂവിയാണ്. ഉറപ്പായിട്ടും ഇറങ്ങി ഓടിക്കൊണ്ടേയിരിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് മൂവി? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രൈവറ്റ് അങ്ങനെ ഒട്ടും പ്രൊമോഷനൊന്നും ഇല്ലാതെ ഇറങ്ങിയതൊന്നും ആരും അറിഞ്ഞിട്ടും കൂടി ഉണ്ടായിരുന്നില്ല പ്രൈവറ്റ്. പക്ഷെ എന്നിട്ടും അങ്ങോട്ട് പോയി കണ്ട് ആൾക്കാർ ഒരുപാട് നല്ല റിവ്യൂസ് പറയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പ്രൈവറ്റ് ഇറങ്ങിയതുകൊണ്ട് ഏറ്റവും ഉപയോഗം എനിക്ക് തന്നെ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം എൻ്റെ ക്യാരക്ടറിനെ പറഞ്ഞും എൻ്റെ ഓരോ ആക്ടിങ്ങിൻ്റെ കാര്യത്തിനായാലും ഒക്കെ എല്ലാവരും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഇടുന്നത് അത് എനിക്കും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പം അങ്ങനെ കേൾക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്ന കേട്ടു ഈ ക്യാരക്ടർ ഭയങ്കര കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു ചെയ്യാനെന്ന്. ക്യാരക്ടർ ഡിഫിക്കൽട്ട് അല്ലായിരുന്നു, ആ സെറ്റ് കുറച്ച് മൊത്തത്തിലൊരു ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഡയറക്ടർ ചേട്ടനുമായിട്ട് ഞാൻ എന്നും വഴക്കായിരിക്കും. അപ്പം ഞങ്ങളിങ്ങനെ എടുത്ത് ടേക്ക്, അത് ഞാനായാലും അതെ അങ്കിളായാലും അതെ ആ ഫിലിമിൽ ചെയ്തിട്ടുള്ള ആക്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഇത് തന്നെയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു സീൻ രാവിലെ എടുക്കാൻ, ഒരു ഷോട്ട് രാവിലെ എടുക്കാൻ തുടങ്ങിയാൽ അത് വൈകുന്നേരം വരെ അതേ ഷോട്ട് തന്നെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ പേരിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാതെ ക്യാരക്ടർ ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു, വളരെ കൂളായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സെറ്റിൽ ഈ പറയുന്ന പോലെ തമാശക്കുള്ള വഴക്കുകൾ വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ ചേട്ടനുമായിട്ട് ലെജൻഡറി ആക്ടർ ഇന്ദ്രൻ ചേട്ടനുമായിട്ടാണ് കോമ്പിനേഷൻ സീൻ അഭിനയിച്ചിരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് പഠിക്കാൻ പറ്റി കാണില്ലേ? പഠിക്കുന്നതിനെ കഴിഞ്ഞ് കൂടുതൽ അങ്കിളിനോടുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാട് ഭയങ്കരമായിട്ട് മാറും. എന്ന് വെച്ചാൽ പുറത്തുനിന്ന് നമുക്ക് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ലെജൻഡറി ആക്ടറാണ്, ഭയങ്കര എന്ത് ക്യാരക്ടർ ചെയ്താലും അതിലൊക്കെ വെറൈറ്റി ഉണ്ട്, ഒന്നിനൊന്നിനോട് സാമ്യമില്ലാതെയാണ് എല്ലാ ക്യാരക്ടേഴ്സും ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് നാളെ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ആരോ ആയിട്ട് മാറുകയാണ്, നമ്മുടെ സ്വന്തം. അല്ലെങ്കിൽ അങ്കിളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായത് എൻ്റെയും ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു അടുപ്പം ഫോം ചെയ്യാന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് അങ്കിളുമായിട്ട് എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. എനിക്കിപ്പോഴും എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്കിളിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് എൻ്റെ ആരെയോ പറയുന്ന പോലെയാണ്. അപ്പം എൻ്റെ അങ്കിൾ എന്നുള്ളൊരു സംഭവം ഭയങ്കരമായിട്ടുണ്ട് എനിക്ക്. മാത്രമല്ല പ്രൈവറ്റ് മൂവിനെ ബാക്കിയൊരു സ്പെഷ്യൽ ആക്കുന്നത് അത് ഗാസയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു ട്രിബ്യൂട്ട് ചെയ്തിരുന്നു. അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി പ്രൈവറ്റിൻ്റെ മൂവിയുടെ ഭാഗമാണെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അല്ല, പ്രൈവറ്റിലൊരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്രൂ പുറത്തുവിട്ട ഒരു ലിറിക്കൽ വീഡിയോ ആയിരുന്നു അത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 സ്ഥലത്തും മരിക്കുന്നത് കുട്ടികളാണ്, മനുഷ്യരാണ്. ഒരേ ഇത് തന്നെ ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്കുള്ളത്. അതിനോട് ഒരേ ബുദ്ധിമുട്ടും വിഷമവും തന്നെയാണ് നമുക്കുള്ളത്. പക്ഷേ ഗാസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള
ഇത് ക്രൂ പുറത്തുവിട്ട ഒന്നാണ്. അതാ ഡയറക്ടറുടെ പൊളിറ്റിക്സ് ആണ്, അവരുടെ ഇഷ്ടമാണ്. സിനിമ പറയുന്നതും ഇതിലെ ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറും ഒരേ ആൾ തന്നെയാണ്. അപ്പം അവരുടെ പൊളിറ്റിക്സ് ആണ് ഇതിൽ സംസാരിക്കുന്നത്. അപ്പം പ്രേക്ഷകരായിട്ടുള്ള നമുക്ക് അല്ലെങ്കിൽ അഭിനേതാവായിട്ടുള്ള എനിക്ക് അതിനോട് വേണമെങ്കിൽ യോജിക്കാം, യോജിക്കാതിരിക്കാം. അത് പ്രേക്ഷകരുടെ അതേ സ്റ്റാൻഡാണ് നമുക്കും. പക്ഷെ അത് പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഈ സോങ് നമ്മൾ ഇതിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത്. പക്ഷെ ഈ സോങ്ങും അതുമായിട്ട് ഈ ഗാസ ഇഷ്യൂവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധവും പ്രൈവറ്റിനില്ല. ഓക്കെ, മീനാക്ഷി വളരെ ചെറുതിലെ സിനിമയിൽ വന്ന ചെറുപ്പത്തിൽ ഒരുപക്ഷെ സിനിമ എന്താണെന്ന് അറിയുന്നതിന് മുന്നേ സിനിമയിലേക്ക് വന്ന ആളാണ്. ആളുകളുടെ ഇടയിൽ മലയാളികളുടെ ഫ്രണ്ടിൽ വളർന്നു വന്നൊരു കുട്ടിയും കൂടിയാണ് മീനാക്ഷി. അപ്പം അന്ന് അഭിനയിച്ചതും ഇന്ന് അഭിനയിച്ചതും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആളുകൾ തരുന്ന കമൻസിന് അന്ന് ക്യൂട്ടി ആയിരിക്കും, ഇപ്പോൾ കുറച്ചും കൂടെ അഭിനയത്തിന് കമൻസ് കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ കിട്ടിയതിൽ ഏറ്റവും നല്ല കമൻറ്റ് ഈ ഇടയ്ക്ക് കിട്ടിയതിൽ പ്രൈവറ്റിന് തന്നെയാണ് എല്ലാ നല്ല കമൻസും. എനിക്ക് ഇത്രയും ബാക്കി എല്ലാത്തിലും ഷെയർ ചെയ്ത് പോകുമല്ലോ, അതിൻ്റെ കൂടെയുള്ള കുട്ടി നന്നായിരുന്നു അങ്ങനെ ഒരു സംഭവം. പക്ഷെ പ്രൈവറ്റിൽ അത് ഭയങ്കരമായിട്ട് എന്നെ മാത്രമായിട്ട് പോയി ചെയ്ത് മീനാക്ഷിയിൽ നിൽക്കുന്ന കഥ എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ഇനി അങ്ങനെ ഒരു കഥ ഉണ്ടാവുമോ എനിക്കറിയില്ല. പ്രൈവറ്റ് ചെയ്തു ഓക്കെ, ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് എടുക്കാനുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ വരുമോന്നോ അല്ലെങ്കിൽ ഇത്ര ചർച്ച ചെയ്യപ്പെടുമോന്നോ ഒന്നും നമുക്കറിയില്ല. ഇതിലൊരു പൊളിറ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് സിനിമ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഇത്രയും റെലവൻ്റ് ആവുന്നു. ഇപ്പം നമ്മൾ മീഡിയയിൽ കൂടെ കാണുന്നതിനെ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് ന്യൂസ് ചാനലുകളിലും ഒക്കെ പ്രൈവറ്റ് ഒരു ചർച്ചാ വിഷയമാവുന്നു. അതിൽ നമ്മൾ ഇഷ്യൂ ഉണ്ടാവുന്നു. അപ്പം അതിൽ ഞാനും ഒരു ഫാക്ടർ ആവുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പം ഇപ്പം തന്നെയാണ് എനിക്ക് അങ്ങനത്തെ നല്ല റിവ്യൂസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് പ്രൈവറ്റിനാണ്. പിന്നെ കിട്ടിയിട്ടുള്ളത് എനിക്കൊന്ന് ഓഫീസറിലൊരു കരയുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ പ്രിയ ചേച്ചിയും ഞാനും കൂടെ ഉള്ള ഒരു സീനിൽ. അതിനെനിക്ക് കുറേ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുണ്ട്. നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് ചില്ലായിട്ടുള്ള ഒരാളാണ് മീനാക്ഷി. പക്ഷെ ക്യാരക്ടേഴ്സ് എപ്പോഴും അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഭയങ്കര ബ്രൈറ്റ് ചില്ലായിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? എനിക്ക് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് കിട്ടിയാലും ഓക്കെയാണ്. ഇനി ഇന്നത് വേണം എന്നുള്ളതില്ല. ഇപ്പം ആഷിത എന്ന് പറയുന്ന ക്യാരക്ടർ പ്രൈവറ്റിൽ ചെയ്തത് പറഞ്ഞ പോലെ വളരെ ചില്ലായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇത് വേണം എന്നില്ല, ഇങ്ങനെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ സിനിമയൊക്കെ അസൈഡായിട്ട് വെക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിലെ കമന്റ് ക്വീൻ എന്നാണ്. എവിടെ പോയാലും ആർട്ടിക്കിൾസ്, ഇന്റർവ്യൂസ് എല്ലാം അത് തന്നെയാണ്. ഫേസ്ബുക്കിലെ കമന്റ് ക്വീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സാധാരണ ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ ഫേസ്ബുക്ക് അങ്ങനെ യൂസ് ചെയ്യില്ലല്ലോ. എങ്ങനെയാണ് ഫേസ്ബുക്ക് യൂസ് ചെയ്യാനും അങ്ങനത്തെ റൈംലി കമന്റ് ഇടാനും പറ്റണം? എനിക്ക് അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ആളെയല്ല. കാരണം FB ആയാലും ഇൻസ്റ്റ ആയാലും യൂട്യൂബ് ആയാലും ഒക്കെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് അതിനുണ്ട്. അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഓരോ ഓഡിയൻസും ഓരോ ഇതാണല്ലോ. ഇപ്പം ഇൻസ്റ്റഗ്രാമിലെ ഓഡിയൻസിനെ പോലെയല്ല FBയിലുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത്, തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പം FBയിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ ക്യാപ്ഷൻസും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വളരെയധികം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്, അവരത് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളത് പറയുന്നതിൽ ഞങ്ങളും വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. FBയിലെ ക്യാപ്ഷൻസ് ഒരിക്കലും വെൽ പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല. അതും അച്ചയ്ക്കൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്യാപ്ഷൻ എഴുതാനും അതിന് മറുപടി പറയാനുള്ളത് ഞങ്ങൾ വീട്ടിലെല്ലാവരും കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അല്ലാതെ അതൊരു ഞങ്ങളൊരു കളി പോലെ എടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതൊരു വളരെ സീരിയസ് ആയിട്ട് ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലൊക്കെ എന്നെ ടാഗ് ചെയ്തൊരു പോസ്റ്റ് വന്നിരുന്നു, മീനാക്ഷിയുടെ PR വർക്ക് ഭയങ്കര സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കത് വലിയ കാര്യമാണ്. കാരണം നമ്മൾ വളരെ തമാശയ്ക്ക് ഇരുന്ന് ചെയ്യുന്ന കാര്യം ആൾക്കാർ PR വർക്കിന്റെ ഒരു സ്റ്റാൻഡേർഡിൽ എടുക്കുന്നുണ്ട് എന്നുള്ളത് അത് നമുക്ക് ഭയങ്കര കൊള്ളാം എന്ന് വെച്ചാൽ അത് അങ്ങനെയും കാണുന്നുണ്ടല്ലോ എന്നുള്ളത് അത് വേറൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. അത് ആക്ച്വലി നമ്മളിങ്ങനെ വെറുതെ പ്രാസ് ഒപ്പിച്ച് കളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ ആൾക്കാരുള്ളപ്പോൾ നമുക്ക് അതിൻ്റെ ടെൻഡൻസി കൂടും. ഇപ്പോൾ അച്ഛനാണെങ്കിലൊക്കെ തന്നെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എൻ്റെ അടുത്ത് വരും, ഈ ക്യാപ്ഷൻ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇതിനെപ്പറ്റി ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയ്ക്ക് പറഞ്ഞേക്കും. അതൊക്കെ തന്നെയാണ് ക്യാപ്ഷനിലും വരുന്നത്. അപ്പോൾ ഈ കമന്റ്സിനെ കുറിച്ചായാലും മീനാക്ഷിന്റെ കമന്റിൽ എല്ലാവർക്കും ഇടാൻ ഇഷ്ടമാണ്. കാരണം റിപ്ലൈ കൊടുക്കും. ഇതുപോലെ ഞാൻ മുന്നേ കൊടുത്ത് കണ്ടിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ആള് മനോജ് K ജെയിൻ സാറാണ്. സാറും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവർക്കും കമന്റ് റിപ്ലൈ കൊടുക്കും. അതുപോലെയാണ് മീനാക്ഷി. എങ്ങനെ ഈ പഠിത്തത്തിന്റെ ഇടയിലും വർക്കിന്റെ ഇടയിലും ഞാനിത്ര കഷ്ടപ്പാടായിട്ട് കൂട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ അതൊക്കെ നമ്മൾ വളരെ എൻജോയ് ചെയ്യുന്ന സമയമാണല്ലോ. വെറുതെ ഇരിക്കുമ്പോൾ അതിനൊക്കെയുള്ള സമയം ഇഷ്ടംപോലെ കിട്ടാറുണ്ട്. എന്നുവെച്ചാൽ വെറുതെ ഇരിക്കുന്ന സമയം ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ അച്ഛൻ്റെയും വേറെ നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ. നമ്മൾ ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടുണ്ട്. അപ്പം പറയുന്നതും എഴുതുന്നതും ഒക്കെ എൻ്റെ ആശയങ്ങൾ തന്നെയാണെങ്കിലും ഇത് മാനേജ് ചെയ്യാൻ നമുക്കൊരു ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് സമയം നമ്മൾ അതിന് മുന്നിൽ കുത്തിയിരിക്കേണ്ട അങ്ങനെ ഒരു ആവശ്യം വരുന്നില്ല. മീനാക്ഷിന്റെ ചില കമന്റ്സ് ഒക്കെ ലൈക്ക് കുറുക്കി കൊള്ളുന്ന രീതിയിൽ കുറച്ച് സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ ഞാനൊന്ന് എടുത്തു വെച്ചിരുന്നു. നല്ലോണം തിന്നണമെന്ന് ചിലർ, നല്ല വണ്ണം വേണമെന്ന് ചിലർ, ബോഡി
ബോഡിക്ക് കിട്ടുന്ന കമന്റ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ഏജിലെന്നല്ല, സ്ത്രീകൾക്ക് പൊതുവെ ബോഡീനെ കുറിച്ച് ഒരുപാട് കമന്റ്സ് കിട്ടുന്നത് കൂടുതലാണ്. അപ്പൊ പ്രത്യേകിച്ച് ഒരു ആർട്ടിസ്റ്റും ആവുമ്പോഴത്തേക്കും അതിന്റെ ഇരട്ടിയാകും. ഞാനതൊക്കെ ഒരു സ്നേഹത്തിന്റെ ഭാഷയിൽ എടുക്കുന്ന ആളാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരുടെയും മാനസികാവസ്ഥ ഒന്നാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് തമാശയ്ക്ക് പറയുന്നത് പോലും ഒരുപാട് മാനസികമായിട്ട് അഫക്റ്റ് ചെയ്യും ആൾക്കാരെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ ഇഷ്ടത്തിന്റെ ഭാഷ കാണുന്നതാണ്. എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും എന്തെങ്കിലുമൊക്കെ തിന്നണം കേട്ടോ, ഇച്ചിരൂടെയൊക്കെ തടിയങ്ങ് പോരട്ടെ എന്ന് പറയും. അപ്പം ഞാൻ പറയും ഞാൻ നല്ലോണം തിന്നുന്നുണ്ട്, പക്ഷെ കൊക്കോപ്പുഴുവിന്റെ അസ്ഥിരയാണെന്ന് തോന്നുന്നു, വണ്ണം അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. അപ്പൊ എനിക്ക് തന്നെ ഒരു സംശയം, ഇങ്ങനെ എല്ലാവരും പറഞ്ഞു കഴിയുമ്പോൾ ഇനി എനിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ, അത് ഞാൻ ഇതിനേക്കാളും വണ്ണം വെക്കണോ. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്ത് ചെന്നപ്പം എൻ്റെ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടറിനെ എല്ലാവർക്കും അറിയാം, ബൈജു ഡോക്ടർ, നമ്മുടെ മമിത ചേച്ചിയുടെ അച്ഛനാ. അപ്പം ബൈജു ഡോക്ടറിൻ്റെ അടുത്ത് എങ്ങനെ പോയിട്ട് എനിക്ക് തീരെ വണ്ണമില്ലെന്ന് എല്ലാവരും പറയുന്നത്, ഇനിയിപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടോ. അപ്പം എൻ്റെ അടുത്ത് അറിയാം, അത് ഇച്ചിരി മിരുമിരിപ്പ് കുറയ്ക്കാം, അന്നേരം നിനക്ക് വണ്ണമൊക്കെ വെച്ചോ, നീ തിന്നിട്ടിങ്ങനെ എവിടെയെങ്കിലും കുറച്ച് നേരം അടങ്ങിയിരിക്കുന്ന പറയും. അപ്പോൾ ഡോക്ടറിൻ്റെ വെയിറ്റൊക്കെ നോക്കിയിട്ട് പറയും, നീ നല്ല ഹെൽത്തി എന്ന് ചെയ്യണമെങ്കിൽ വന്നാൽ ഞാൻ അങ്ങനെ ഭയങ്കര തളർന്ന് ക്ഷീണിച്ചൊന്നും പോകുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറയും, നീ ഭയങ്കര ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നത്, വണ്ണം വെക്കണ്ടപ്പോൾ അങ്ങ് വെച്ചോളൂ എന്ന് പറയും. അപ്പം എനിക്ക് തോന്നുന്നു അതൊക്കെ തന്നെയാണ്, ഞാനിങ്ങനെ ഓടിച്ചാട് ഭയങ്കര ഇങ്ങനെ ഇത്രയും എനർജി കളഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അതൊക്കെ ആയിരിക്കും നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടണം കേട്ടോ. ഇപ്പം അല്ലെങ്കിൽ നമ്മളെടുത്ത് കഴിക്കാൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഇപ്പോൾ ഭയങ്കര മെലിഞ്ഞിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഡയറ്റ് അനുസരിച്ച് അത് മുന്നോട്ടാക്കാൻ നോക്കണം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹെൽത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് വളരെ കറക്റ്റായിട്ടുള്ള ഞാനും ഭയങ്കര കംഫർട്ടബിളാണ്, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി വണ്ണം വെക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ അതിനുവേണ്ടി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറുമില്ല. എനിക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ, അല്ലാതെ അതിന് വേണ്ടി അങ്ങനെ ഡയറ്റ് നോക്കിയുള്ള പരിപാടികളൊന്നുമില്ല. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഈ മാനസികാവസ്ഥ ആവണമെന്നില്ല. അത് വെറുതെ തമാശയ്ക്ക് എഴുതിയിട്ടൊരു സംഭവമാണ്. അത് ആക്ച്വലി അച്ഛൻ എന്നോട് ഇങ്ങനെ എല്ലാവരും പറയുന്നതായിട്ട് ഞാനിങ്ങനെ തമാശയ്ക്ക് നിൽക്കുന്ന കണ്ടിട്ട് അച്ഛൻ പറഞ്ഞ കാര്യമാണത്. എന്നുവെച്ചാൽ നല്ലവണ്ണം തിന്നുന്നുണ്ട്, പക്ഷെ നല്ല വണ്ണം വേണം എന്നുള്ള ഒരു കാര്യം. അപ്പം അത് തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ പല ഇപ്പം നമ്മളെപ്പോലെ തന്നെ ചിന്തിക്കുന്ന ആൾക്കാരാവണം എന്നുള്ളതില്ല. പല ആൾക്കാർക്കും ഇപ്പം എൻ്റെ അനിയനുണ്ട് നടുക്കത്തെ ഒരാൾ, പുള്ളിക്കാരന് ഇഷ്ടമല്ല അവനോട് പറയുന്നത്. ഇപ്പം എന്നോട് പറയുന്ന അതേ വൈബിൽ ഞങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അവനോട് പറയും, നീ എന്നെ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്ന അയച്ചോട് വണ്ണം വെക്കണം എന്നുള്ളത്. പക്ഷെ അവനത് ഇഷ്ടമല്ല, ആരും അങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ, ഞാൻ വേണ്ടപ്പോൾ കഴിച്ചോളാം എന്നൊക്കെ ഉള്ളൊരു ലൈനാണ് അവൻ. പക്ഷെ എനിക്കത് അങ്ങനെ, എനിക്ക് എല്ലാ കാര്യങ്ങളും അങ്ങനെ വിഷമമൊന്നും ആവാറില്ല പെട്ടെന്ന്. ചിലപ്പോൾ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. അതുകൊണ്ടൊന്നുമല്ല, ഞാനത് അങ്ങനെ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. എനിക്ക് സീരിയസ് ആക്കണം തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാറുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ അതിനെ എന്നെ ഒരാൾ അങ്ങനെ പറഞ്ഞു എന്നൊന്നും ചിന്തിക്കാറൊന്നുമില്ല. ഞാനെല്ലാം ഇപ്പൊ ചിലപ്പോൾ അവർക്ക് നമ്മളെ കാണണമെന്ന് ആഗ്രഹമുള്ള രീതിയിലായിരിക്കുമല്ലോ അവർ പറയുക. അപ്പം ഞാനത് ചിലപ്പോൾ എന്നോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും അങ്ങനെയോ. പിന്നെ ഞാൻ അതങ്ങനെ സീരിയസ് ആയിട്ട് എടുത്ത് ഞാനിരുന്ന് ഭക്ഷണം കഴിക്കാറൊന്നുമില്ല, അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. മീനാക്ഷി പാട്ട് പാടാറുണ്ടോ? തീരെയില്ല. എൻ്റെ ഒച്ച കേട്ടത് എങ്ങനെ തോന്നി? റാപ്പ് പരീക്ഷിക്കാം, ഞാനിങ്ങനെ ക്യാച്ച് ചെയ്ത് സൂക്ഷിച്ച് നോക്കിയിരിക്കാം. അതിന്റെ ഇടയ്ക്ക് ഞാൻ കമന്റ്സ് ഒന്നും പറയാതെ മീനാക്ഷി പറയുന്നതിൽ ഒന്നും ഒരു വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി സംസാരിക്കുന്ന ആളാണ്. എനിക്ക് സംസാരിക്കുന്ന കാര്യമാണ് ഏറ്റവും നല്ല സ്പീഡും. ഞങ്ങൾ എപ്പോഴും സംസാരിക്കും. എന്റെ വീട്ടിൽ അച്ഛൻ അമ്മയൊക്കെ അങ്ങനെയാണ്. അമ്മ എല്ലാരോടും അങ്ങനെ ഒത്തിരി മിണ്ടത്തില്ല. പാലക്കാര അല്ലല്ല, കോട്ടയംകാരുടെ പ്രത്യേകതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ സംസാരിക്കുന്ന ആൾക്കാർ കുടുംബത്തിന്റെ പ്രത്യേകത എനിക്ക് അതും അറിയത്തില്ല. ഞാൻ ഒത്തിരി മിണ്ടും, അതെന്നാന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ഒത്തിരി മിണ്ടും. കോളേജിലും പഠിക്കുന്നിടത്തും സെറ്റിലും ഫുൾ എവിടെ കൊണ്ടിരുത്തിയാലും ഞാൻ മിണ്ടും. എവിടെ കൊണ്ടിരുത്തിയാലും ആരെ കൊണ്ടായാലും മിണ്ടും. ഏജ് ഒരു ഇല്ല, എനിക്ക് ഇന്ന ഏജിലുള്ള ആൾക്കാരാണ് അങ്ങനെ വേണമെന്നേ ഇല്ല. എനിക്ക് ആരായാലും എനിക്ക് സംസാരിക്കാൻ കിട്ടിയാൽ ഞാൻ മിണ്ടും. എന്നുവെച്ചാൽ ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ച് ഞാൻ ബാബാ മിണ്ടും അങ്ങനെയില്ല കേട്ടോ. എന്നുവെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് എപ്പോഴും എൻ്റെ അടുത്ത് ഉണ്ടാവാറുണ്ട്. കാരണം ജെൻസി കുട്ടികളെ ഏറ്റവും കൂടുതൽ പറയുന്നത് മിണ്ടാൻ ബുദ്ധിമുട്ടാ, സംസാരിക്കാൻ ബുദ്ധിമുട്ടാ, അങ്ങനെയൊക്കെ കുറെ കമന്റ്സ് ഇങ്ങനെ കേൾക്കാറുണ്ട്. നമ്മളൊന്നും മിണ്ടാതിരുന്ന പറയാം ജെൻസി ആയതുകൊണ്ട് മിണ്ടാണ്ടിരിക്കുന്നത്, ഈ കുട്ടികളോടൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനങ്ങനെ ജെൻസി ആൽഫ ബെറ്റ അങ്ങനെ ഒന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ആളല്ല. ഓരോ ആൾക്കാർക്കും ഓരോ പേഴ്സണൽ ട്രേറ്റ്സ് ഉണ്ട്. ഇപ്പം മിണ്ടാൻ അധികം ഇഷ്ടമില്ലാത്ത ആൾക്കാരായിരിക്കും, ഓക്കെ, അപ്പോൾ അവരെ അതിന് വിടണം, നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു ഇതില്ലല്ലോ, നമുക്ക് അതിനുള്ളൊരു റൈറ്റ് ഇല്ലല്ലോ. ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മിണ്ടണ്ട. ഇപ്പം എനിക്ക് മിണ്ടാൻ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ അപ്പുറത്തിരിക്കുന്ന ആൾക്കാരുടെ കംഫർട്ട് നമുക്കറിയാമല്ലോ. ഒരാളോട് ഇപ്പം എനിക്ക് ചേച്ചിയോട് സംസാരിക്കുമ്പോൾ അറിയാം ഇത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ തീരെ താല്പര്യം ഇല്ലാണ്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരം ഇത്രയും നീണ്ടു പോവില്ല. സംസാരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കോൺവെർസേഷൻ നീളും. പക്ഷെ അവർക്ക് മേ ബി സംസാരിക്കുന്ന ആൾക്കാർ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, അതുകൊണ്ടറിയാം, അല്ലാതെ ജെൻസി ആയതുകൊണ്ടോ ആൽഫ ആയതുകൊണ്ടോ ആയിരിക്കില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് ഒരു പ്രജുഡിസോടെ സംസാരിക്കുമ്പോഴത്തേക്കും എന്താ തോന്നുക? നിങ്ങൾ ഈ കാലഘട്ടത്തിലുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്മാർട്ട് ഫോൺ യുഗത്തിലുള്ള കുട്ടികളാണ്, നിങ്ങൾക്ക് ഞാൻ
ഞങ്ങളുടെ കാലഘട്ടത്തിൽ പറയുന്ന മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കില്ലേ? അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനോട് ഇപ്പം അത് കാലഘട്ടത്തിന്റെ വ്യത്യാസമാണ്, അല്ലാതെ ജനിച്ച് വന്നിട്ടുള്ള കുട്ടികളുടെ പ്രശ്നമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് AI സമയമാണല്ലോ, ഫുൾ AI സമയമാണ്. നമുക്ക് എന്ത് ചോദിച്ചാലും AI സപ്പോർട്ടുള്ള ഒരു സമയമാണ്. നമുക്ക് എന്തിനെ പറ്റി അറിയാൻ പറ്റും. ഇപ്പം നമുക്കൊരു തലവേദന വന്നാൽ നമ്മൾ ഏത് മരുന്ന് കഴിക്കണം നമുക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. മാത്രമല്ല മരുന്നിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇടുകയാണെങ്കിൽ എന്തിനാണ് ഈ മരുന്നെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി അറിയാൻ പറ്റും, ഇതിന്റെ യൂസേജിനെ പറ്റി അറിയാൻ പറ്റും. നമുക്കൊരു മൂഡ് സ്വിങ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എന്ത് ഹോർമോണിന്റെ കൂടുതൽ കൊണ്ടാണ് കുറവ് കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നൊരു അത്രയും ഒരു ടെക്നോളജി ഉള്ളൊരു സമയത്താണ് നമ്മൾ ഇരിക്കുന്നത്. ആ കാലത്ത് ഈ ടെക്നോളജി ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവരും ഇങ്ങനെ തന്നെ ഇരുന്നേനെ. എന്താ സംശയം, ആരാ യൂസ് ചെയ്യാത്തത്? ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു നമ്മളിപ്പം എന്തെങ്കിലും പണിയെടുക്കുന്ന ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട സാധാരണ ഒരാൾ, ആ ചേട്ടന് നമ്മളൊരു റോബോട്ടിനെ കൊണ്ട് കൊടുക്കണം, ചേട്ടൻ ചെയ്യുന്ന പണിയെല്ലാം റോബോട്ട് എടുത്തോളും, പൈസ ചേട്ടന് കിട്ടും, ഉപേക്ഷിക്കത്തില്ലല്ലോ. അത് ഓരോ ഇങ്ങനെ ടെക്നോളജി മുന്നോട്ട് വരുന്തോറും നമ്മൾ അതിനനുസരിച്ച് നീങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതൊരിക്കലും മനുഷ്യരുടെ പ്രത്യേകത അല്ല. ഈ ആൾക്കാർക്ക് ആ ആൾക്കാരെ അറിയില്ല, ആ ആൾക്കാർക്ക് ഇവരെ അറിയില്ല, അതൊന്നുമല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല, എൻ്റെ പേഴ്സണൽ അഭിപ്രായമല്ലേ. അപ്പം എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പം ആൾക്കാരുടെ പ്രത്യേകതയാണ്. ഇപ്പം ജെൻസി എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് പണ്ടത്തെ ആൾക്കാരെ മനസ്സിലാവില്ല എന്ന്, അത് തിരിച്ചു ആയിക്കൂടെ? അവർക്ക് ഈ കുട്ടികൾ പറയുന്നത് മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിലോ മേ ബി അത് രണ്ട് തരത്തിലോ അത് ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അങ്ങനെ പറയുന്ന എല്ലാ ആൾക്കാരും അങ്ങനെ പറയുന്നവരും അല്ല. എല്ലാ ആൾക്കാരും ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണുന്ന ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. എല്ലാത്തിനെ കുറിച്ചും വ്യക്തമായിട്ട് ധാരണ മീനാക്ഷിന്റെ സംസാരത്തിലുണ്ട്. ഇങ്ങനെ ബുക്സ് വായിച്ചിട്ടാണോ, അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് സംസാരിച്ചിട്ടാണോ, വേറെ എന്തെങ്കിലും കണ്ടിട്ടാണോ, എങ്ങനെ എല്ലാത്തിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ട് ധാരണ ഇങ്ങനെ പറയാൻ പറ്റുന്നത്? അതെനിക്കറിയില്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ, എൻ്റെ തോട്ട്സ് ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ അതെനിക്കറിയില്ല. ഞാൻ അങ്ങനെ ബുക്ക് ഭയങ്കരമായിട്ട് വായിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പം പക്ഷെ ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ അടുത്താണ് ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങുന്നത്. പക്ഷെ ഞാൻ വായിക്കുന്നത് കൂടുതലും മലയാളം ബുക്സ് ആണ്. ഇംഗ്ലീഷ് ബുക്സും ഉണ്ട്, പക്ഷെ കൂടുതലും മലയാളമാണ് ഞാൻ ഇപ്പോൾ ഇരുന്ന് വായിക്കാറ്. പണ്ട് അച്ഛൻ ഭയങ്കര നന്നായിട്ട് വായിക്കുന്ന ആളാണ്, അന്നും ഇന്നും എന്നും. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് എപ്പോഴും ബുക്ക് വായിക്കാൻ എന്നെ ഫോഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷെ ഞാൻ കേൾക്കുകയില്ലായിരുന്നു, എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു, പുസ്തകം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് മനസ്സിലായി നമ്മളെ ജോൺറ ഏതാണ്, നമ്മളെ ഏത് ടൈപ്പ് ഓഫ് ബുക്കാണ് വായിക്കാൻ ഇഷ്ടം എന്നുള്ളത് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അങ്ങനെ കണ്ടുപിടിച്ച് വായിക്കുമ്പോൾ ബുക്ക് കൊണ്ട് എനിക്ക് ഭയങ്കര ഗുണം, നമ്മുടെ ഫാൻറ്റസി ഭയങ്കരമായിട്ട് കൂടും, നമുക്ക് ഇമാജിനേഷൻ കൂടും. അത് നമുക്ക് എഴുതാനുള്ള ട്രേറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂട്ടും. ഇപ്പം നമുക്ക് അങ്ങനെ, ഞാൻ കുഞ്ഞിലേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എഴുതി വെക്കുമായിരുന്നു. പിന്നെ അതങ്ങ് നിർത്തി. എന്ന് വെച്ചാൽ കൂടുതൽ ഇങ്ങനെ വർത്താനം പറയാനുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മൾ അതങ്ങ് നിർത്തി പോകുമല്ലോ. പക്ഷെ ഇപ്പം എനിക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബുക്കും കഥകളും ഒക്കെ വായിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഭയങ്കര വേറെ ഏതോ ലോകത്താണ്, എന്തൊക്കെയോ ഇരുന്ന് എഴുതുന്നു, എല്ലാവരെയും കൊണ്ട് കാണിക്കുന്നു. അപ്പം ഞാനിത് ഇങ്ങനെ വന്നപ്പോൾ അച്ഛൻ എടുത്തു, ഇത് എവിടെയെങ്കിലും ഇടണം, നിന്റെ എഴുത്ത് നല്ലതാണ്, അപ്പോൾ ഇത് എവിടെയെങ്കിലും നമുക്ക് കൊണ്ട് പോസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് മറന്നു പോയാലോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാലോ. അപ്പം ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ നീലാംബരി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. പല ആൾക്കാരും വിചാരിച്ചിരുന്നത് നീലാംബരി, ഞാൻ പുതിയതായിട്ട് എൻ്റെ 20 വയസ്സായപ്പോൾ ഈ ബർത്ത്ഡേയുടെ ഫോട്ടോസ് ഇട്ടല്ലോ, അപ്പോൾ എനിക്ക് 20 വയസ്സായപ്പോൾ ഞാൻ എന്തോ പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. നീലാംബരി ചുമ്മാ ഞാനായിട്ടിരിക്കുന്ന ഒരു സ്പേസ് ആണത്. വളരെ ചുമ്മാ എൻ്റെ തോട്ട്സ് എഴുതുന്ന ഒരു സ്ഥലമാണ് നീലാംബരി എന്ന് പറയുന്നത്. അപ്പം നീലാംബരി, എനിക്ക് ആ പുസ്തകം മാധവിക്കുട്ടിയുടെ ഭയങ്കര ഇഷ്ടമാണ്. അത് വായിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ടൊരു പേരാണ്, അല്ലാതെ അതിൻ്റെ പിന്നിൽ വലിയ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ല. ബുക്സ് വായിക്കാറുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കൂടുതൽ സയന്റിഫിക് ടെമ്പറുള്ള കുറേ വീഡിയോസും പോഡ്കാസ്റ്റുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണല്ലോ. അതൊക്കെ എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റുകളെ പറ്റി ഞാൻ കാണാറുണ്ട്. എന്തായിരിക്കും കൂടുതൽ കേൾക്കുന്ന സബ്ജക്ട്? ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഒരു വൈശാഖൻ തമ്പി ഫാനാണ്. സാറിന്റെ എന്റെ പ്രൊഫസറാണ്. ആണോ? ഓ ശരിക്കും? എന്റെ കോളേജിലെ പ്രൊഫസറായിരുന്നു. ഓ സീരിയസ് ആയിട്ട്? ഞങ്ങൾ എപ്പോഴും കാണുന്ന ആൾക്ക്. ഞാൻ ട്രിവാൻഡ്രം ചെന്നാൽ എപ്പോഴും വിളിക്കും. ഞാൻ പറയും എനിക്ക് നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞ് വിളിക്കുന്ന ഒരേ ഒരാളാണ്. കാരണം ഞാൻ അത്രയും നീണ്ട ഒരു കോൺവെർസേഷൻ വേറെ ആരുമായിട്ട് നടത്തിയില്ല. ഞാൻ വിചാരിച്ചു ഞാനും എൻ്റെ അച്ഛനുമായിരിക്കും അത്രയും സംസാരിക്കാന്ന്. എനിക്ക് എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ പുറത്ത് നോക്കും. ഇപ്പോഴും അതെ, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം ചോദിക്കുന്ന ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇതെന്താണ്, എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് വരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഭയങ്കര ഒരു മെന്റർ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ആളാണ്. കാരണം എൻ്റെ പുതിയ സിനിമ ഇറങ്ങിയപ്പോഴായാലും ഞാൻ പറഞ്ഞു ഇത് പോയി കാണണം കേട്ടോ എന്നിട്ട് കൃത്യമായി കണ്ടിട്ട് അതിന് വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂ എനിക്ക് തന്ന ആളാണ്. അപ്പം എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ എപ്പോൾ വിളിച്ചാലും എനിക്ക് കൂളായിട്ട് നിന്ന് എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റും വളരെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരാളാണ്. കാരണം അവരൊക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സയന്റിഫിക് ബാക്കപ്പ് ഉള്ള ആൾക്കാരാണ്. അപ്പൊ അവര് പറയുന്ന ഒരു കാര്യം നമുക്ക് 100% ഓക്കെ
ഇറ്റ്സ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. കാരണം അവർ പറയുന്നത് സയന്റിഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ്, ഒരാളുടെ പേഴ്സണൽ റിവ്യൂ അല്ല. ഇപ്പോൾ ഒരു സാധനത്തെ പറ്റി അവരുടെ പേഴ്സണൽ അഭിപ്രായമല്ല അവർ പറയുന്നത്. കാരണം ഇതിങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്, ഇങ്ങനെയാണ്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. അപ്പം സാറിന്റെ പോഡ്കാസ്റ്റാണ് ഞാൻ കൂടുതലും കാണുക. എപ്പോഴും ഞാൻ രാവിലെ ഞാൻ ഒരെണ്ണം ഒരു ദിവസം നിർബന്ധമായിട്ടും കണ്ടിരിക്കും. അത്രയ്ക്ക് സൈന്റിഫിക് കാര്യങ്ങളോട് ഇൻട്രസ്റ്റഡുമാണ്. സയന്റിഫിക് കാര്യങ്ങളോടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്നെ എല്ലാവരും ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എന്ന് വെച്ചാൽ മീനൂട്ടി അയ്യോ ഞങ്ങളുടെ അവളോട് അതൊന്നും ചോദിക്കണം, അതൊന്നും അറിയത്തില്ലായിരിക്കും ആ കുഞ്ഞിന്, അങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്. അതെന്നെ ഭയങ്കര ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. പക്ഷെ ഞാനത് ഒത്തിരി എൻജോയ് ചെയ്തിരുന്നില്ല. എൻ്റെ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത്, അപ്പം അച്ഛനാണ് കൂടുതൽ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുത്തുള്ള അറിവാണ്. പക്ഷെ അച്ഛന് ഞാനൊരു വിക്കിപീഡിയ ആയിട്ടാണ് കാണുന്നത്. അച്ഛൻ എല്ലാത്തിനെ പറ്റി അറിയാം. അപ്പം അച്ഛൻ്റെ ഒരാള്, അച്ഛൻ്റെ മോള്, അപ്പം അനൂപിൻ്റെ മോള് ഇങ്ങനെ ഒന്നും അറിയാത്തൊരു കൊച്ചായി പോകാന്ന് പറയുന്നത് എനിക്ക് പറ്റുന്ന കേസേ അല്ലായിരുന്നു. അപ്പം അതിനുവേണ്ടി എനിക്ക് ഭയങ്കര ഇതായിരുന്നു, ഇതെന്താണെന്ന് അറിയണം, അല്ലെങ്കിൽ എന്തിനെ പറ്റിയെങ്കിലും ഇങ്ങനെ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം എന്നുള്ളത്. അപ്പം എല്ലാവരും അങ്ങനെ എന്നെ ഒരു ഒന്നും അറിയാത്തൊരു കുട്ടി, ഒരു പാവം കുട്ടി, അങ്ങനെ പാവം കുട്ടീന്ന് കാണണം കേട്ടോ. എന്നുവെച്ചാൽ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു കുട്ടീന്ന് കാണുന്നതിനോട് ഞാൻ അങ്ങനെ എൻജോയ് ചെയ്തിരുന്നില്ല ആ സ്പേസ്. എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഒത്തിരി എൻജോയ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ തന്നെ നിർബന്ധമായിരുന്നു എനിക്കിത് അറിയണം എന്നുള്ളത്. അല്ലെ എന്തിനെ പറ്റിയെങ്കിലും ചോദിച്ചാൽ നമുക്ക് അതിനെപ്പറ്റി അറിയണം, അല്ലെങ്കിൽ നമുക്ക് എനിക്കതിനെപ്പറ്റി അറിവില്ല കേട്ടോ, ഞാൻ പഠിച്ചിട്ട് നിങ്ങൾക്കത് പറഞ്ഞു തരാം എന്ന് പറ്റണം എന്നുള്ളത്. ഇപ്പം എനിക്ക് ഒരു ഫ്രണ്ട് സർക്കിളുണ്ട്, അവർക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതെന്താ സംഭവം, എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും. കാരണം അവർക്കറിയാം ഞാൻ കറക്റ്റായിട്ട് അതിനെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കും എന്നുള്ളത്. അപ്പോൾ അതെനിക്ക് വലിയ കാര്യമാണ്. എനിക്ക് അങ്ങനെ ഒരു സ്പേസ് ഉള്ളത്, അല്ലെ എന്നെ അങ്ങനെ ആൾക്കാർ കണക്കാക്കുന്നു എന്നുള്ളത് ഞാൻ വളരെ വലിയൊരു കാര്യമായിട്ട് കാണുന്ന കാര്യമാണ്. മീനാക്ഷി ഭയങ്കര അച്ഛൻ കുട്ടിയാണെന്ന് തോന്നുന്നു. അച്ഛനെ അല്ലല്ല, ഈ കാര്യത്തിൽ അച്ഛനാണ് ധാരണ. അതുകൊണ്ടാണ് ഈ കാര്യം, അതായത് നമ്മൾ പറയുന്നത് കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ, പക്ഷെ ഇമോഷണൽ കാര്യങ്ങളിൽ നിന്ന് മൊത്തം അമ്മയിലേക്ക് പോകും ഞാൻ. എന്ന് വെച്ചാൽ എന്റെ കാര്യമാണെങ്കിലും അമ്മയാണ് ഏറ്റവും ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ആൾ. അമ്മ ഭയങ്കര എൻ്റെ കുട്ടിയാണ്. അമ്മയുടെ കുട്ടിയാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചമ്മ. അമ്മ എന്നെ ബേസ് ചെയ്ത് അമ്മയുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അമ്മ എങ്ങോട്ടും ഒറ്റയ്ക്ക് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ എപ്പോഴും കൂടുന്നത്. അത് ആക്ച്വലി വളരെ മോശപ്പെട്ടൊരു സ്വഭാവമാണ്, ആരും അങ്ങനെ ചെയ്യരുത്. പക്ഷെ എനിക്ക് അങ്ങനെയാണ്. എൻ്റെ അമ്മ എന്നെ കൂട്ടാതെ എങ്ങും പോകാൻ പാടില്ല. ഇവിടെ ഞങ്ങളുടെ പാതുവയിലാണ് ഞാൻ താമസിക്കുന്നത്. പാതുവയിൽ ഒരു ഫേമസ് കഥ തന്നെയുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. ഞാൻ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മ ഇങ്ങനെ തൂത്തുവരും. മിറ്റമടിക്കുന്ന സമയത്ത് ഞങ്ങൾ പഴയ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ കുറേ കരിയിലുണ്ട്. അപ്പം അമ്മ തൂത്ത് വരുന്ന സമയത്ത് എനിക്കൊരു കുഞ്ഞു ചൂലുണ്ടാക്കി തന്നിട്ടുണ്ട്. തൂത്ത് വരാൻ പോലും അമ്മ ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. അപ്പോൾ ഒരു കുഞ്ഞു ചൂലുണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാനും ഇതുകൊണ്ട് പുറകെ അടിച്ചടിച്ച് നടക്കും. വളരെ ചെറുപ്പത്തിലാണ്, 3 വയസ്സൊക്കെ കാണുമായിരിക്കാം, അല്ലേ ചേ 3 വയസ്സാണോ? ഓക്കെ, ഒരു 3 വയസ്സൊക്കെ കാണുമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാനൊരു പ്രാവശ്യം നീണ്ട നിദ്രയിലായിരുന്നു, കുറച്ച് കൂടുതൽ ഉറങ്ങിപ്പോയി. അപ്പം അമ്മ എന്ത് ചെയ്തു, ഈ മിറ്റടിക്കുന്ന സമയത്ത് അടിക്കണമല്ലോ, പിന്നെ വെയിലായാൽ പറ്റില്ല. അതുകൊണ്ട് അമ്മ രാവിലെ എന്നിട്ട് എന്നെ കൂട്ടാതെ മിറ്റം അടിച്ചു ആദ്യമായിട്ട്. അപ്പൊ അമ്മ ഇപ്പോഴും പറയും, ഞാൻ ആ ജനൽ കമ്പിയെ പിടിച്ചൊരു ഒറ്റ കാർച്ചയായിരുന്നു. അന്ന് ഇവിടെ പാതുവായുള്ള എല്ലാവരും അറിഞ്ഞു. അത് അങ്ങനെ നിന്ന് കാറുവാ, നിർത്താണ്ട് കാറാ, ശ്വാസം കിട്ടുന്നില്ല, നിർത്താണ്ട് കാറ. എൻ്റെ പ്രശ്നം അമ്മ എന്നെ കൂട്ടാതെ തൂത്തു വരാൻ പോയി. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, ഈ കരച്ചിൽ നിർത്താൻ വേണ്ടി ഇങ്ങനെ തൂത്തു വരും. നമ്മൾ കൊട്ടയിൽ കരിയിലേയും വേസ്റ്റ് വിടുമല്ലോ, അതെല്ലാം തിരിച്ചു കൊണ്ട് വാരിയിട്ട് എൻ്റെ കുഞ്ഞിച്ചോലും തന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിന്നെയും മിറ്റം അടിച്ചു നിർത്തും. അപ്പൊ അത്രയും അമ്മ എന്നെ ഭയങ്കര, അത് വേണേ 2 അടിയിൽ നിന്ന് എന്നെ കയറ്റിക്കിടത്താവും എന്നുവെച്ചാൽ അതുപോലത്തെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഭയങ്കര കുരുത്തം കെട്ടിയ ഒരു കൊച്ചായിരുന്നു. അപ്പം പക്ഷെ സ്വയമായിട്ട് സമ്മതിച്ചു, അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നല്ല സ്വഭാവങ്ങളൊന്നും അല്ലായിരുന്നു അത്. അത്രയും വാശിയാണ്. എന്ന് വെച്ചാൽ അത് അടിച്ചു നേരെയാക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു പേരന്റിങ് ആവണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നമ്മൾ തമാശക്കാരല്ലോ, ഒറ്റടിയും തന്നു വിടുമെന്ന് അറിയില്ലേ, അങ്ങനെയുള്ളതേ ഉള്ളൂ. അല്ലാതെ പക്ഷെ അമ്മ എപ്പോഴും എന്നെ ഭയങ്കര ഇങ്ങനെ, എനിക്കൊരു കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, എനിക്കൊരു കാര്യത്തിലും വിഷമം ഉണ്ടാവാൻ പാടില്ല. അമ്മയ്ക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അമ്മ പറയും, അമ്മയുടെ 19ാമത്തെ 20ാമത്തെ വയസ്സിലെങ്ങാണ്ടാണ് ഞാൻ ഉണ്ടാവുന്നത്. അപ്പോൾ തൊട്ട് ഇപ്പൊ വരെ അമ്മ പറയാം, അമ്മയ്ക്ക് 2005 ഞാൻ ഉണ്ടാവുന്നത്. അന്ന് അമ്മയ്ക്ക് 20 വയസ്സ്, 2025 എനിക്ക് 20 വയസ്സ്. അപ്പൊ ആ ബർത്ത്ഡേ അമ്മയ്ക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. കാരണം അന്ന് തൊട്ട് അമ്മയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാണ് ഞാൻ എന്ന് പറയും. അത് കേൾക്കാൻ പറ്റുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അമ്മയാണ് പാർട്ട്ണർ ഇൻ ക്രൈം. അത് പറയാൻ പറ്റില്ല, അവർ രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന, എനിക്ക് അവരെ അങ്ങനെ പറയാനായിട്ട് ഒന്നിനും വേണ്ട. ഇല്ല, അങ്ങനെ പറ്റില്ല. കാരണം അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്ന ടോപ്പിക്കുകൾ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. എന്നുവെച്ചാൽ സീരിയസ് ടോക്കിൽ കേട്ടോ. അല്ലാതെ ഞങ്ങൾ ചുമ്മാ ബ്ലാ പറയാനാണെങ്കിൽ ഞങ്ങൾ 3 പേരുമാണ് ബെസ്റ്റ് ടീംസ്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ അടുത്ത് അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നിൽക്കുകയില്ല. ഞാനിപ്പോഴും രാത്രി ആകുമ്പോഴും എത്ര ലേറ്റ് ആയിട്ട് ഷൂട്ട് കഴിഞ്ഞാലും ഇവർ രണ്ടായാലും ഇങ്ങനെ അലർട്ടായിട്ട് നിൽക്കും എൻ്റെ കഥ കേൾക്കാനായിട്ട്. ആ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം എനിക്ക് വന്ന് പറഞ്ഞില്ലേ ഒരു സമാധാനമേ കിട്ടില്ല. അങ്ങനെ കേൾക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. ഓരോ ആൾക്കാർക്ക് ഓരോ സ്പെസിഫിക് ടോപ്പിക് ഉണ്ടെന്നേ ഉള്ളൂ.
ഒരുപാട് ഫിലിംസിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ഇംപ്രസ് ആയിട്ട് ഇവർ ചെയ്ത ക്യാരക്ടർ കണ്ടിട്ട് ഇവരെ പോലെ അഭിനയിക്കണം എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ട്രേറ്റ്സ് ആണ് അല്ലേ. ചില കാര്യങ്ങൾ ചെയ്യുന്നാലും അത് അവര് ചെയ്താലേ ഭംഗി ഉണ്ടാവും. നമ്മൾ അവരെ പോലെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ആവാൻ അല്ലെങ്കിൽ ഒരു ലൈക്ക് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും എന്തിലെങ്കിലും. പക്ഷെ എനിക്ക് അങ്ങനെ റോൾ മോഡൽസ് ഇല്ല. എനിക്കങ്ങനെ റോൾ മോഡലിൽ വെക്കുന്നതിനോട് താല്പര്യമില്ലാത്ത ആളാണ്. കാരണം അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവരെ അറിയുന്നത്. അപ്പൊ അത് തന്നെ നമ്മൾ ഫോഴ്സ്ഡ് ആവും. അവരൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ അത് എഗ്രി ചെയ്യാനായിട്ട് ഫോഴ്സ്ഡ് ആവും. കാരണം നമ്മുടെ റോൾ മോഡലാണ് അവര്. നമ്മളും അതിൽ കൂടെ ചിന്തിക്കേണ്ടി വരും. നമുക്കൊരു ഇൻഡിപെൻഡന്റ് വേ ഇല്ലാതെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ റോൾ മോഡൽ ഉള്ള ആളല്ല എനിക്ക്. പക്ഷെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ വൈശാഖ് സാറാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളെന്ന് പറയുന്നത്. സാർ തന്നെയാണ്. ഇപ്പം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആവുന്ന കുറേ പേരുണ്ട്. അല്ലാതെ അത് കണ്ട് എനിക്ക് അതുപോലെ തന്നെ ചെയ്യണം എന്നുള്ളതില്ല. അങ്ങനെ ചെയ്യാൻ അവരുള്ളത് കൊണ്ടാണല്ലോ അവർ ഇത്രയും ഹൈപ്പിൽ എത്തി നിൽക്കുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള വഴി വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇനി വേറെ എന്തെങ്കിലും ജോണർ, എല്ലാ ജോണറും ചെയ്യാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു, എന്തായാലും സ്പെസിഫൈ ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്? ഇപ്പൊ ലോകയ്ക്ക് ഇറങ്ങി സൂപ്പർ വിമൺ വന്നു, അതുപോലെ ലൈക്ക് ഒരുപാട് ഫൈറ്റും ഒരുപാട് സൂപ്പർ നാച്ചുറാലിറ്റി ഒക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ കിട്ടിയാൽ എങ്ങനെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. കാരണം സിനിമയ്ക്ക് നമ്മളെ വലിയ ആവശ്യമൊന്നുമില്ല, നമുക്കാണ് സിനിമ ആവശ്യം. അപ്പം നമ്മളിങ്ങനെ എനിക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം അതേ ഞാൻ ചെയ്യൂ അങ്ങനെ എനിക്കില്ല. നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ അത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള, അല്ലാതെ ഞാനൊന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് വെച്ചിട്ടില്ല ഇന്നത് എടുത്ത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി. എയിമൊന്നുമില്ല ഫിലിമിൽ ഇന്ന ക്യാരക്ടർ ഇന്നത് എന്ന് വെച്ചാൽ ഫിലിമിന്റെ ബേസ് ചെയ്ത് എനിക്ക് എയിമില്ല. കാരണം അതൊരു നമുക്കൊരു എന്താ പറയുന്നത്, അതൊരു ചടങ്ങാ. എന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെ നമ്മൾ 100% ട്രസ്റ്റ് ചെയ്യും. നമ്മൾ ഫിലിമിൽ തന്നെ നിൽക്കുന്നു, ഈ നമ്മുടെ ഗ്രോത്ത് ഫിലിമിൽ തന്നെയാണെന്ന് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ്. അത് നല്ല സ്റ്റോറി വരുന്നു, നമ്മളത് ഇഷ്ടപ്പെടുന്നു, നമ്മളത് ചെയ്യുന്നു എന്നുള്ളതുള്ളൂ. അതിപ്പോൾ എങ്ങനെ പുറത്തിറങ്ങുമ്പോൾ എങ്ങനെ ഇരിക്കുന്നോ അല്ലെങ്കിൽ ഇത് കാലാകാലം ഉണ്ടാവുമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എനിക്ക് ഫിലിമിനെ ബേസ് ചെയ്ത് അങ്ങനെ വലിയ എയിംസ് ഇല്ല. ഫ്യൂച്ചർ അങ്ങനെ കാണുന്നൊന്നുമില്ല, അങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇതുവരെ. ഇപ്പൊ പോകുന്ന പോലെ തന്നെ അങ്ങ് പോട്ടെ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഏതെങ്കിലും പോയിന്റില് ഫിലിം നിർത്തി വേറെ എന്തെങ്കിലും പ്രൊഫഷൻ സ്വീകരിക്കുകയാണെങ്കിൽ ഏത് പ്രൊഫഷൻ ആയിരിക്കും? അതിപ്പോ ഞാൻ ലിറ്ററേച്ചർ ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്ത് ഇനി സ്റ്റഡീസ് മുന്നോട്ട് പോകും എന്തായാലും. അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്ത് എന്തെങ്കിലും ചെയ്യുമായിരിക്കും. എനിക്ക് ആദ്യം സൈക്കോളജിസ്റ്റ് ആവണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പക്ഷെ സൈക്കോളജി പഠിക്കാത്തതുകൊണ്ട് അതാക്കില്ലല്ലോ. മിനുവിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രോയിങ് വിത്ത് കേരളയാണല്ലോ. കേരളത്തിലെ ആൾക്കാര് കണ്ട് വളർന്ന ഒരാളാണ്, നമ്മുടെ വീട്ടിലെ കുട്ടി, ആ ഒരു ഇതാണല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരു പോയിന്റില് ഇത്രയും റെക്കഗ്നൈസേഷൻ കിട്ടുന്നത് ഒരു പ്രശ്നമായിട്ടോ വിഷമത്തില് എന്തെങ്കിലും? ഒരിക്കലും ഇല്ല. ഞാൻ അത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ആളാ. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടാ. എനിക്കിങ്ങനെ കുറെ ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും എന്നോട് എല്ലാവരും മിണ്ടിക്കൊണ്ടിരിക്കുന്ന എനർജി തരുന്ന ആൾ. അതെ, ആൾക്കാർ എനർജി അല്ല, ഞാൻ ചുമ്മാ ആൾക്കാർ കാരണമല്ല എനിക്ക് എനർജി കിട്ടുന്നത്. എനിക്കിങ്ങനെ എല്ലാവരോടും എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതിൽ. എന്ന് വെച്ചാൽ കുറേ പേരുടെ കൂടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരു ചായ കുടിക്കാൻ പോകുന്നു. ഞാനതിലൊക്കെ എനിക്ക് ചായ ഇഷ്ടമേ അല്ല, പക്ഷെ ഞാൻ ചായ കുടിക്കാൻ പോകും എല്ലാവരും ഉണ്ടെങ്കിൽ. കാരണം ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ആൾക്കാരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. പലപ്പോഴും അങ്ങനെ അല്ലാത്തപ്പോഴാണ് നമുക്കത് ബുദ്ധിമുട്ടാവുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ച് ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആൾക്കാരോട് മിണ്ടുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പാടായിരിക്കും. എന്ന് വെച്ചാൽ കുറേ പേര് അടുപ്പിച്ച് വരുന്നു, അതൊരു സഫോക്കേഷനാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമുക്കൊരു ശ്വാസം മുട്ടൽ പോലെയൊക്കെ വരുമായിരിക്കും. അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരു സിവിയർ പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഇല്ല. എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് പ്രശ്നം. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടമല്ല. മീനാക്ഷിനെ ഏറ്റവും പെട്ടെന്ന് എല്ലാവരുടെയും മനസ്സിൽ ഓടി വരുന്ന ആദ്യത്തെ 2 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അമർ അക്ബർ അന്തോണിയിലെ ഒപ്പത്തിലെയാണ്. കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ റെക്കഗ്നൈസ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ്. അപ്പൊ അതിൽ ഒപ്പത്തില് ലാലേട്ടനൊപ്പമാണ് അഭിനയിച്ചത്. അമർ അക്ബർ അന്തോണിയിലാണെങ്കിൽ ജയസൂര്യ, പൃഥ്വിരാജേന്ദ്ര എല്ലാം നല്ല ഫുൾ പക്ക ടീംസിനൊപ്പമാണ് അഭിനയിച്ചത്. പിന്നെ ഇപ്പോ വളർന്നിട്ട് സിനിമകൾ ചെയ്യുമ്പോഴത്തേക്ക് അവരാരെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്സ് തരാറുണ്ടോ? അങ്ങനെ അതിന് മാത്രം സിനിമ ഞാൻ പിന്നീട് ചെയ്തില്ല. ഞാൻ ആകെ ചെയ്തത് ഓഫീസർ ചെയ്തു, പിന്നെ ചെയ്തിരിക്കുന്നത് പ്രൈവറ്റ് ആണ്. അങ്ങനെ എൻ്റെ സിനിമ കണ്ടങ്ങനെ വലിയ ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നോട് അന്ന് അവർ കാണിച്ച അതേ ഇഷ്ടം ഇപ്പോഴും കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇപ്പോൾ അവരാരാണെങ്കിലും അന്ന് ഞാൻ വളരെ ചെറുപ്പം 8 വയസ്സ് 9 വയസ്സ് പ്രായമുള്ളൂ ആ സമയത്ത്. അതേ അടുപ്പം ഞാൻ ഇന്ന് എവിടെ വെച്ച് കണ്ടാലും അവർക്ക് എന്നോടുണ്ട് എന്നുള്ള അങ്ങനെ വേണം നിർബന്ധമില്ലല്ലോ. അതൊരു സിനിമ ചെയ്തു, അത് കഴിഞ്ഞു, ചിലപ്പോൾ മറന്നു പോയെങ്കിലോ അങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷെ അവരെല്ലാവരും എന്നെ ഇന്ന് കാണുമ്പോഴും എവിടെയെങ്കിലും വെച്ച് കണ്ടാലും എടി ഞങ്ങളുടെ പാത്തു എന്നുള്ള സംഭവമാണ് അവർക്ക് എല്ലാവർക്കും. ലാലങ്കിളാണെങ്കിൽ എന്നോട് ഇപ്പോഴും
ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ കളിയാക്കാനും MG ഞങ്ങൾ ലാലകളും കൂടെ എപ്പോഴും അതെ ഇങ്ങനെ കളിയാക്കാനും അല്ലെങ്കിൽ എന്നോട് ഭയങ്കര കാര്യമാണ്. അപ്പം അത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനെ വേണം നിർബന്ധമില്ല. ഞാൻ അതിന് മാത്രം എന്നുവെച്ചാൽ എൻ്റെ സിനിമകളൊന്നും ത്രൂ ഔട്ട് ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഒരു ഫീഡ്ബാക്ക് ഒന്നും ഇല്ലെങ്കിലും പക്ഷെ അവരെന്നോട് അന്ന് എങ്ങനെയാണോ നിന്നിരുന്നത് ഇന്നും അതുപോലെ തന്നെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഭയങ്കര പ്രഷ്യസ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ്. എനിക്കൊന്ന് പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിൽ മീനാക്ഷിനെ ഇങ്ങനെ പിടിച്ചു നിർത്താൻ കാരണം ടോപ്പ് സിംഗറിലെ ആങ്കറിങ് അതെങ്ങനെയാണ് ആ ജേണി? അത് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. കാരണം ഇപ്പോൾ ഒരു 6-7 വർഷമായി ടോപ്പ് സിംഗർ. അപ്പം ഞാൻ മാറ്റമില്ലാത്ത ആങ്കറാണ് ടോപ്പ് സിംഗറിന്റെ. ഞാനും ഇപ്പോഴാണ് ചിന്തിക്കുന്നത്. മാറില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ടോപ്പ് സിംഗർ ഓരോ സീസൺ കൂടുന്തോറും മീനാക്ഷിന്റെ പ്രായവും ഓരോ കൂടിക്കൊണ്ട് അതെ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള എനിക്ക് റിസൾട്ട് വന്നത് ഉൾപ്പെടെ എൻ്റെ വീട്ടിലൊരു കുഞ്ഞ് അനിയൻ ഉണ്ടായത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞാൻ ടോപ്പ് സിംഗർ വഴി അറിയുന്നത്. അവിടെയാണ് ആദ്യം എല്ലാം പബ്ലിഷ് ചെയ്യുക. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അവിടെ എല്ലാവരും. അവിടെ നിന്ന് കിട്ടിയ ബന്ധങ്ങളും എനിക്ക് ഭയങ്കര കാര്യമാണ്. എനിക്ക് ഭയങ്കര മനസ്സിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ള എല്ലാ ആൾക്കാരും. ഞാൻ ഭയങ്കര കൂട്ടായിട്ട് നിൽക്കുന്ന എൻ്റെ വീട് പോലെ എന്ന് പറയാൻ കാരണം അവിടുത്തെ ആൾക്കാർ എൻ്റെ വീട്ടിലുള്ളവരെ പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു സ്പേസ് ആണത്. അപ്പൊ അതിനെയും കണ്ടിന്യൂ ചെയ്തു. ടോപ്പ് സിംഗർ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ മീനാക്ഷി അവിടുത്തെ ആങ്കർ? അയ്യോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരു പ്രഡിക്ഷനേ എനിക്കില്ല. കാരണം ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഒരു ഷോ ആണ്. നമ്മൾക്കുള്ള അടുപ്പങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. ഷോ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണോ അതായിരിക്കും മുന്നോട്ട് പോവുക. അല്ലാതെ നമ്മുടെ അടുപ്പങ്ങളൊക്കെ ഇപ്പോൾ ഇത് കഴിഞ്ഞാലും ഉണ്ടാവും. ഇപ്പം ഞാനൊരു ദിവസം പെട്ടെന്ന് എന്തെങ്കിലും കാര്യത്തിന് അവിടെ നിന്ന് മാറുന്നത് എനിക്ക് അവരാരെയും ഇഷ്ടമല്ലാണ്ടാവും, അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് നമുക്കുള്ള അടുപ്പങ്ങൾ അതിലും ഒക്കെ എത്രയോ മേളിലാണ്. ടോപ്പ് സിംഗർ എന്ന് പറയുന്നത് ഒരു ബ്രാൻഡാണ്, ഒരു പ്ലാറ്റ്ഫോമാണത്. അപ്പം അതിനെ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോപ്പ് സിംഗർ വഴി എന്നെ ഇഷ്ടപ്പെടാൻ കാരണവും ഒരു പരിധിവരെ അവിടുത്തെ കുട്ടികളാണ്. കാരണം ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് ഇത്ര നന്നായി പാടുന്നു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ് അല്ലേ? ഇത്ര ഇതെങ്ങനെ ഇത്ര കുഞ്ഞു കുട്ടികൾ ഇത്ര നന്നായി പാടുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ആ ഷോയിൽ അതുപോലെ തന്നെ ആൾക്കാർക്ക് തോന്നി ഇത്രയും കുഞ്ഞു കുട്ടി എങ്ങനെ ഇത്ര നന്നായിട്ട് ആങ്കർ ചെയ്യുന്നു, അത്രയും വലിയ ഷോ എന്ന്. അയ്യോ പക്ഷേ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീരെ എനിക്ക് ആങ്കറിങ് എന്ന് പറയുന്നത് എൻ്റെ മേഖലയേ അല്ല. എനിക്കത് അറിയാനേ പാടില്ലാത്തൊരു കാര്യമാണ്. ടോപ്പ് സിംഗറിൽ ഞാൻ ഒരുപാട് സംസാരിക്കും, ഞാൻ ഷോ ചെയ്ത് അതിൽ ഒത്തിരി മിണ്ടും എന്നുള്ളതേ ഉള്ളൂ. ആങ്കർ എന്ന് പറയുമ്പോൾ ആങ്കറിങ്ങിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു മേഖലയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഷോയെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ വേണം, അവിടെ വരുന്ന ഗസ്റ്റിനെ പറ്റി നമുക്ക് അറിഞ്ഞിരിക്കണം, ആ ഷോ മാനേജ് ചെയ്യാനായിട്ട് നമുക്കൊരു സ്കില്ല് വേണം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും ഇതില്ലാത്ത ആളാണ് കാണുന്നവർക്ക് അങ്ങനെയല്ല കേട്ടോ. പക്ഷേ ഞാൻ ചെയ്യുന്ന ഷോയിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സംസാരങ്ങൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. ഇപ്പൊ പുറമേ ഞാൻ വേറൊരു ഷോയും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം അതെനിക്ക് പരിചയമേ ഇല്ലാത്തൊരു മേഖലയാണ്. ആക്ടിംഗ് എന്ന് പറയുന്നത് നോക്കി ഞാനിവിടെ നിൽക്കുന്നു, ഞാൻ ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ ആങ്കറിങ് അങ്ങനെ എനിക്ക് അറിയില്ലാത്തൊരു പരിപാടിയാണ്. അപ്പം തെറ്റിപ്പോയാൽ സഹിക്കാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വരാൻ പാടുള്ളൂ. കാരണം അങ്ങനെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി അതെനിക്ക് ഇല്ലാത്ത ആളാണ്. കാരണം ആങ്കറിങ്ങിന് ഒരുപാട് ഇതുണ്ട്. നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റണം, നമുക്ക് ആ വിഷയത്തെപ്പറ്റി ധാരണ വേണം, ഒരു ഷോ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് വേണം, പിന്നെ ടൈം മാനേജ്മെൻറ്റ് സ്കിൽ ഭയങ്കരമായിട്ട് വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വർത്താനം പറഞ്ഞാൽ നോൺ സ്റ്റോപ്പ് ആണ്. എന്നോട് ആരെങ്കിലും സംസാരിച്ചാൽ ഞാനത് കേട്ടിരിക്കും. എനിക്ക് അവരോട് നിർത്താൻ പറയാൻ ഒരു താല്പര്യമില്ല. എന്നോട് ആരെങ്കിലും മിണ്ടാണെങ്കിൽ ഞാൻ അത് കേട്ടോ. പക്ഷെ നമ്മൾ ആങ്കറിങ്ങിലേക്ക് വരുമ്പം എൻ്റെ ഷോയിലെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, പുറത്തേക്ക് ആങ്കറിങ്ങിലേക്ക് വരുമ്പം നമുക്കൊരാൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ സമയം മുന്നോട്ട് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് നിർത്താൻ നമ്മൾ വില്ലിങ് ആയിരിക്കണം. പക്ഷെ ആ സ്കില്ലൊന്നും എനിക്കില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാനൊരു നല്ല ആങ്കറേ അല്ല. ആങ്കറിങ് എന്ന് പറയുന്ന ഒരു പരിപാടി എനിക്കറിയില്ല. ഞാൻ ഒത്തിരി സംസാരിക്കും, എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് ഒത്തിരി മിണ്ടും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ വേറെ പരിപാടികൾ. മീനാക്ഷിക്ക് എല്ലാവരും ഇഷ്ടമാണ്, അതെനിക്കിഷ്ടമാണ്. ഈ ഇടയ്ക്ക് ഞാൻ വേറെ പോസ്റ്റ് കണ്ടിരുന്നു, ബമ്പർ എടുത്തിരുന്നല്ലേ, ഓണം ബമ്പർ. ബമ്പർ എടുത്തിരുന്നു, എല്ലാവരും പോലെ ഞാനും എടുത്തിരുന്നു. ഒരു അടിച്ചു പോനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങൾ, പക്ഷെ അടിച്ചില്ല. കിട്ടുണ്ണിയായി. അതെ കിട്ടുണ്ണിയായി. 500 പ്രതീക്ഷിച്ചിരുന്നോ? അതിനെന്തെങ്കിലും അടിച്ചു വെച്ചേ? ഒന്നും അടിച്ചില്ല, ആ പൈസ പോയി. എന്റെ അടുത്ത് ബമ്പർ പൂജ ബമ്പർ വരുന്നുണ്ട്. അതെടുത്ത് അച്ഛനാണ് ലോട്ടറി എടുക്കുന്നത്, ഞാനല്ല ആക്ച്വലി എടുത്ത് അച്ഛനാണ് എടുക്കുന്നത്. അച്ഛനാണ് ലോട്ടറി എടുക്കുന്നത്. അച്ഛൻ ഇങ്ങനെ ഒത്തിരി ലോട്ടറി എടുക്കും. എന്നിട്ട് ഞങ്ങളിങ്ങനെ അതിലേക്ക് ഇങ്ങനെ ഒരുപാട് പൈസ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ലോട്ടറി എടുത്ത് ഞങ്ങൾ ഒത്തിരി അങ്ങനെ കൊടുക്കാറുണ്ട്. ഒരു പ്രാവശ്യം അടിച്ചെല്ലാം തിരിച്ചു പിടിക്കാമല്ലോ. അതെന്നെ അച്ഛനും പറയാറ്. പക്ഷെ അടിക്കാത്തോണ്ട് ഇവിടെ നിന്നെല്ലാം പിടിച്ചോണ്ടിരിക്കുകയാണ്. ശരിക്കും എങ്ങനെയാണ് മീനാക്ഷി സിനിമയിലേക്ക് എത്തുന്നത്? വളരെ ചെറുപ്പത്തിൽ സിനിമയിൽ ഞാനൊരു 2.5 വയസ്സ് 3 വയസ്സുള്ളപ്പം
മധുരം നൊമ്പരം എന്നുള്ള ഒരു ആൽബം വന്നു. അതിവിടെ അടുത്തുള്ള അഖിലേട്ടനും നിഖിലേട്ടനായിരുന്നു മുന്നത്തെ പ്രാവശ്യത്തെ നാഷണൽ അവാർഡൊക്കെ ബെസ്റ്റ് ക്യാമറമാൻ ഉള്ളത്, അപ്പോൾ സിനിമാറ്റോഗ്രാഫർ ഇതിനുള്ളത്. അപ്പോൾ അന്ന് ചെറിയ ചേട്ടന്മാർ എൻ്റെ ഇപ്പോഴത്തെ പ്രായമൊക്കെ കാണുള്ളൂ അവർക്ക്. അപ്പോൾ ഞാൻ അത്രയും ചെറുതായിരിക്കുമ്പോൾ അവരൊരു ഷോർട്ട് ഫിലിം എടുത്തതാ, അന്നേരം എന്നെ ചുമ്മാ കൊണ്ട് വെച്ചതാ അവിടെ. അങ്ങനെ അത് കണ്ടിട്ടാണ് മൂവിയിലേക്ക് ഒരു എൻട്രി, ഒരു സംഭവം വരുന്നത്. അല്ലാതെ നമുക്കങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയൊരു സംഭവമല്ല. ഞാൻ ഓർമ്മ വെക്കുന്ന സമയത്തിന് മുന്നേ തന്നെ ഇതിലേക്ക് നമ്മൾ ഇന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ മീനാക്ഷി ഇപ്പൊ നിൽക്കുന്നത് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അല്ല, ഒരിക്കലും അല്ല. എന്ന് വെച്ചാൽ ഞാൻ ഡ്രീം ചെയ്യുന്നതിന് നമ്മളൊരു പ്രായത്തുമ്പോൾ നമ്മൾ ഡ്രീം ചെയ്യല്ലോ, എന്താവണം എന്ന് ആഗ്രഹം, ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ കുറെ ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ വേറെ എന്തൊക്കെ ഡ്രീം ചെയ്താലും ഇങ്ങനെ ഒരു സ്പേസ് ഞാൻ ഡ്രീം ചെയ്യില്ല. കാരണം എനിക്ക് ഉറപ്പായിട്ട് വരാതെ എന്നെ കൊണ്ട് പറ്റും. കാരണം അതെങ്ങനെ നമ്മൾ ഡ്രീം ചെയ്യും? ഇത്രയും പേര്, അത് ഞാനൊരു സെലിബ്രിറ്റി ഇമേജ് അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇത്രയും പേരുടെ ഇഷ്ടം പിടിച്ചു പറ്റുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ എന്തോരം ഡ്രീം ചെയ്യാലും ഇത്രയൊന്നും ഞാൻ ഡ്രീം ചെയ്യത്തില്ല. ഇങ്ങനെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും, എന്നോട് മിണ്ടാൻ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ഡ്രീം ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഞാൻ ഡ്രീം ചെയ്യുന്നതിന് കഴിഞ്ഞു അപ്പുറത്തേക്കുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. അഫ്കോഴ്സ് നമുക്ക് ഡെഡിക്കേഷൻ ഉണ്ട്. ഇപ്പം ഞാൻ എന്തെങ്കിലും കാര്യം ഏറ്റെടുത്ത് അത് വളരെ ഭംഗിയായിട്ട് തീർക്കണം എന്നുള്ളൊരു സാധനം എനിക്കുണ്ട്. അല്ലാതെ വേറെ കഷ്ടപ്പാടുകളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇനി വരാൻ പോകുന്ന പ്രൊജക്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ പ്രൊജക്ട്സ് ഇപ്പം ഫിക്സ് ചെയ്തിട്ടുള്ള നിലവിൽ ഒരു പ്രൊജക്ട്സും ഇല്ല. ഇപ്പം സ്റ്റഡീസ് നടക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിരുന്നു ഇറങ്ങാനിരുന്നിരുന്ന ഒരു ഫിലിം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ഒരു കുറച്ച് നാളായി ഷൂട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ പ്രൈവറ്റ് ആയിരുന്നു റിലീസിനുണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ഒരുപാട് മൂവീസ് എപ്പോഴും ചെയ്യുന്ന ആളല്ല. അപ്പം ഇങ്ങനെ ഇതൊക്കെ കേട്ട് നമുക്ക് ഭയങ്കര കംഫോർട്ടിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന് തോന്നുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അറിയിക്കും. അപ്പോൾ പ്രൈവറ്റ് ഇറങ്ങിയിരിക്കുന്നു. ഇനി അടുത്ത് നല്ല പ്രൊജക്ട്സുകൾ വരട്ടെ, ടോപ്പ് സിംഗറിൽ നല്ല റാങ്കറായിട്ട് വരട്ടെ, ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യട്ടെ. മീനാക്ഷിന്റെ സംസാരം നല്ല രസമുണ്ട് കേട്ടിരിക്കാൻ. ഒരുപാട് ഇന്റർവ്യൂസ് ചെയ്യുന്ന ആളെയല്ല. ഒരുപക്ഷെ മീനാക്ഷിന്റെ തോട്ട്സ് ഒക്കെ മീനാക്ഷിയുടെ ഒരു പ്രായത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുന്ന ഒരാളായിട്ട് ചെയ്യാമല്ലോ. അങ്ങനെ ഏതൊരു ചിന്തിച്ചിട്ടില്ല. പക്ഷെ എല്ലാവർക്കും അതിനോട് യോജിക്കാൻ പറ്റണമെന്നില്ലല്ലോ. ചിലപ്പോ യോജിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കാം. പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോൺവെർസേഷൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാൻ പറ്റട്ടെ, പഠിത്തത്തിലും വളരെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.